ഹേയ് ഓൾ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സാം ഡേ ആണ്. വെറും എക്സാം ഡേ അല്ല, ന്യൂ ഇയർ ആയിട്ടുള്ള എക്സാം ഡേ ആണ്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യം എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും ലേറ്റായിട്ട് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞിട്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. അവളെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ചാണ് കോളേജിലോട്ട് പോകുന്നത്. കോളേജ് SN കോളേജാണ്, കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു എക്സാമിനും. അങ്ങനെ അവളുടെ വീട്ടിൽ പോയി അവളെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. ട്രെയിനിലാണ് നമ്മൾ കോളേജിലോട്ട് പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത ഫ്രണ്ടിനെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മൾ മൂന്നുപേരും കൂടി ഒരുമിച്ചാണ് എക്സാമിന് പോകാറുള്ളത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടി കോളേജിലോട്ട് പോവുകയാണ്. അപ്പോൾ ട്രെയിനിൽ വന്നത് കൊണ്ടിട്ട് തന്നെ നല്ല നേരത്തെയാണ് നമ്മൾ കൊല്ലത്തെത്തിയത്. ബസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എത്താറില്ല, കുറച്ച് ഡിലേ വരാറുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരമുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഓട്ടോയിലാണ് പോകാറുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കോളേജിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ കോളേജിൽ കയറിയില്ല. അത്രയും നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ കോളേജിലോട്ട് കയറ്റി വിടത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലാണ് പോയത്. അവിടെ പോയി കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് കോളേജിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എക്സാമൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിട്ടുള്ള പാർക്കിൽ ചെറിയൊരു ഗെയിമിംഗ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെസ് ബോർഡാണ് അവരതിന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ പേയ്മെൻ്റ് ഒന്നുമില്ല, പബ്ലിക് പാർക്കാണ്. അപ്പോൾ അവൾ ശാരിക എന്നാണ് കേട്ടോ അവളുടെ പേര്. അങ്ങനെ ശാരിക അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഗെയിം കളിക്കാനൊന്നുമല്ല, വെറുതെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം അവിടെ വേറെ കുറച്ച് പിള്ളേർ വന്നിട്ട് അത് കളിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഗെയിമിങ്ങൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് ടൈം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ കോളേജിൽ കയറാനുള്ള ടൈമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കോളേജിലോട്ട് പോവുകയാണ്. കോളേജിൽ പോയപ്പോൾ വേറെ സ്റ്റുഡൻസൊന്നും ആരും വന്നിട്ടില്ല. നമ്മളാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് സ്റ്റുഡൻസൊക്കെ വന്ന് തുടങ്ങി. പിന്നെ എക്സാം എവിടെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ നേരെ എക്സാം ഹാളിലോട്ട് പോയിട്ടുണ്ട്. എക്സാം ഹാൾ നമുക്ക് വരുന്നത് കോളേജിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഓഡിറ്റോറിയം സെക്ഷനിലാണ്. അപ്പോൾ ഇനി എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നിഖിൽ നേരത്തെ തന്നെ പേപ്പർ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുവാണ്. ഞാനും ശാരികയും പേപ്പർ കൊടുത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ മൂന്നുപേരും കൂടി ഒരുമിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ കോളേജിൽ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓട്ടോയിലാണ് പോയത്. നടക്കാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നല്ല ടയേർഡായതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് തിരിച്ചും പോയിട്ടുള്ളത്. അങ്ങനെ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിൻ കുറച്ച് ഡിലേ ഉണ്ട്. ആ ടൈം കൊണ്ട് നമ്മളൊരു ചായയും ബിങ്കോയൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ട്രെയിൻ വന്നായിരുന്നു. അവിടെ നിന്ന് നമ്മൾ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇക്ക നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇക്കായും കണ്ടുമുട്ടി അവിടെ നിന്ന് നേരെ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രിവാൻഡ്രത്ത് കറങ്ങിയിട്ട് വരാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഫുഡ് കഴിച്ചിട്ട് ട്രിവാൻഡ്രത്ത് പോകാം എന്നുള്ള പ്ലാനിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നേരെ ട്രിവാൻഡ്രം പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് എവിടെ പോകണമെന്ന് പ്ലാനില്ലായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു, ബ്ലോക്കൊക്കെ ആയിരുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ടിട്ട് തന്നെ നല്ല റഷായിരുന്നു റോഡ് ഫുള്ള്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ലാസ്റ്റ് നമ്മളൊരു തീരുമാനത്തിലെത്തി ശംഖുമുഖത്ത് പോകാമെന്ന്. അങ്ങനെ നമ്മൾ ശംഖുമുഖം ബീച്ചിലോട്ടാണ് പോയത്.
ബീച്ചിലെത്തിയപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്നും പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ ബീച്ചിൽ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിസ്മിയും സഫാനും എത്തിയിട്ടുണ്ട്. അവരെയും നമ്മൾ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് ടൈം അവിടെ കാര്യമൊക്കെ പറഞ്ഞ് സ്പെൻഡ് ചെയ്തു. 12 മണിയാവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു തിരക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി. അത്രയ്ക്ക് തിരക്കായിരുന്നു. നമുക്ക് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം അതൊക്കെ കണ്ടവിടെ നിന്നു. പിന്നെ നമ്മളിവിടെ നിന്ന് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് പോകുന്ന വഴിയിൽ നല്ല ബ്ലോക്കും തിരക്കൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കാറിലെത്തിയിട്ടുണ്ട്. ബിസ്മി സഫാൻ ഇവിടെ നിന്ന് നേരെ അവരുടെ വീട്ടിലോട്ടും പോയി. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഷാരികയുടെ വീട്ടിലോട്ടാണ്. അവളെ വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഷാരികയുടെ വീട്ടിൽ കൊണ്ടുപോയി അവളെയും അവിടെ ആക്കിയിട്ട് നമ്മുടെ വണ്ടി എടുത്ത് നമ്മളും തിരിച്ച് ടാറ്റ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.